സ്റ്റുഡിയോ മുറികളിൽ സർവജ്ഞ പീഠം കയറിയ ഉത്തരത്തിലെ പല്ലികൾ പറയുന്നത് മുതൽ ഈ ശൈത്യകാലത്തെ ഞങ്ങൾ അതിജീവിക്കും, വരാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ വസന്തകാലമായിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് നിയമസഭയിൽ കാട്ടാക്കട MLA IB സതീഷിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ലോക്സഭ ഇലക്ഷൻ ഫലത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കേൾക്കേണ്ട വാക്കുകളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതും കഴിഞ്ഞും ഈ കാലവും കടന്നുപോയിട്ട് ഇടതുപക്ഷത്തിൻ്റെ വസന്തം, ഈ ശൈത്യകാലവും കടന്നു പോയതിനു ശേഷം ഇടതുപക്ഷത്തിൻ്റെ വസന്തം തിരിച്ചു വരുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് സഭയിൽ പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ തീപ്പൊരി വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പിണറായി സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളിലും ഇങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ട് സാർ. പുതിയ കാലത്തിൻ്റെ അനിവാര്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് വിഭവ പ്രതിസന്ധികളുടെ പേരിൽ കാലം കഴിക്കുകയല്ല, ധീരമായ ചുവടുവയ്പ്പുകളോടെ മുന്നോട്ട് പോവുക എന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സാർ, നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ ഫലം ഏറ്റുവാങ്ങി നിൽക്കുന്നവരാണ് ഞങ്ങൾ. അപ്പുറത്ത് നിൽക്കുന്നവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മഹാവിജയം ആഘോഷിക്കുന്നവരാണ്. ഏത് വിജയത്തിൻ്റെ പിന്നിലും പഠിക്കാൻ ചിലതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിൽ അഹങ്കരിക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളായി പരിഹരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അപ്പുറത്തിരിക്കുന്നവർ ഇന്ന് അഭിമാനിക്കുകയാണ്. അവർ ഉന്മാദാവസ്ഥയിലാണ്. ആ ഉന്മാദത്തിൻ്റെ നീറവ പൊട്ടിയതാണ് KPCC പ്രസിഡന്റിൻ്റെ വാക്കുകളിലൂടെ ഇന്ന് കേരളം കണ്ടത്. ഇവിടെ ഞങ്ങളുടെ പരാജയം എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന എല്ലാ അഭിപ്രായങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കും. സ്റ്റുഡിയോ മുറികളിൽ സർവജ്ഞ പീഠം കയറിയ ഉത്തരത്തിലെ പല്ലികൾ പറയുന്നത് മുതൽ RSSന്റെ മനുസ്മൃതിയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്തുന്ന പുത്തൻ സംഘവാദികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കും. പറയുന്നതിനെയെല്ലാം കേൾക്കുകയും ഉൾക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ ഉൾക്കൊള്ളുകയും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുകയും ഞങ്ങൾക്കെതിരായ ശാപവാക്കുകളെ ആ അർത്ഥത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷം രണ്ട് കാരണങ്ങളാണ് ഇടതുപക്ഷത്തിന് പാർലമെന്ററി മത്സരത്തിൽ വോട്ടിന്റെ കാര്യത്തിൽ, സീറ്റിന്റെ കാര്യത്തിൽ കുറവുണ്ടായി എന്നതിന് പറയുന്നത്. ഒന്ന് അഹങ്കാരമാണ്, ഭരണവിരുദ്ധ വികാരമാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട് സർ. സംസ്ഥാന തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും രണ്ട് മനോവികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രാഥമിക ബോധമുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക്, മലയാളിയായ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കഴിയും. കേരളത്തിൽ 5 തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നിട്ടുണ്ട് സർ. 1957, 67, 77, 91, 96. ഈ 3 തെരഞ്ഞെടുപ്പുകളിലെയും പാറ്റേൺ പരിശോധിച്ചാൽ, ഈ 5 തെരഞ്ഞെടുപ്പുകളിലെയും പാറ്റേൺ പരിശോധിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഈ നാട്ടിലെ ജനത പ്രതീക്ഷിക്കുന്ന അത്ര വലുതല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ എന്ന് ചിന്തിക്കുന്നതാണ് മലയാളിയുടെ ബോധം. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം പറയുന്ന കണക്ക് ശരിയാണെങ്കിലോ, ഹിമാചൽ പ്രദേശിൽ 68-ൽ 40 സീറ്റ് നേടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ പരാജയപ്പെട്ടു. ഭരണവിരുദ്ധ വികാരമാണോ? കർണാടകയിൽ 24-ലാണ് തെരഞ്ഞെടുപ്പ് കിടന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കിടന്നത്. 119-ൽ 64 സീറ്റ് അവിടെ കിട്ടി. തെലങ്കാനയിൽ അപ്പോ വിജയത്തിൽ മതിമറന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന വാദങ്ങൾ തിരിഞ്ഞുകുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഇടതുപക്ഷത്തെ ഉപദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ആകരുത് എന്ന്. തീവ്ര വലതുപക്ഷത്തിലേക്ക് ഇടതുപക്ഷം പോകുന്നു, അതിൻ്റെ വ്യഥയാണ് അദ്ദേഹത്തിനുള്ളത്. 2024 മെയ് മാസം 29-ാം തീയതി മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ ശ്രീ P. ചിദംബരം എഴുതിയൊരു ലേഖനമാണ്. യശസ്വരീനായ MP വീരേന്ദ്രകുമാർ അനുസ്മരണം. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇനി ഞാൻ പറയുന്നത് ആത്മവിമർശനപരമാണ്. എൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ സാമ്പത്തിക നയങ്ങളുണ്ടാക്കിയപ്പോൾ പാവപ്പെട്ടവരെ മറന്നു. അവർക്കും 1286 രൂപയുടെ പ്രതിവർഷ കണക്ക് നമ്മൾ എഴുതി ചേർത്തു.
ജനസംഖ്യയുടെ 20% പേർക്ക് വികസനത്തിന്റെ വലിയ ഫലമൊന്നും ഇനിയും കിട്ടിയിട്ടില്ല. അവർ മറക്കപ്പെട്ടവരാണ്. അവർ ജീവിതം തന്നെ ഭാരമായവരാണ്. പറഞ്ഞത് പി ചിദംബരമാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവായിരുന്ന ശ്രീ പി ചിദംബരം തിരിച്ചറിയുകയാണ്. ഇന്ന് അദ്ദേഹം സംസാരിച്ചു, ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്ന്. പാവപ്പെട്ട മനുഷ്യരെങ്ങനെ പാവപ്പെട്ടവരായി, അവർ മറക്കപ്പെട്ടവരായി എന്നതിന് ഉത്തരമാണ് ശ്രീ പി ചിദംബരം നൽകുന്നത്. ഞങ്ങൾ പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും പരിശോധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും എന്ന് പറയുമ്പോൾ മതിമറന്ന് ഉന്മാദാവസ്ഥയിലെത്തി നിൽക്കുന്ന കോൺഗ്രസ് അവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ രാഷ്ട്രീയം ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ അകന്നുപോയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അകന്നു എന്ന് പഠിച്ച് പരിശോധിച്ച് തിരുത്തി ഞങ്ങൾ മുന്നോട്ട് വരും. ഈ ശൈത്യകാലത്തെ ഞങ്ങൾ അതിജീവിക്കും. വരാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ വസന്തകാലമായിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഈ തെന്നാഭ്യർത്ഥികളെ പിന്തുണയ്ക്കുന്നു.